വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. വിവരങ്ങളുമായി VS അനുരാഗ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. അനുരാഗ്, അഫാനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഈ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇനി ഉള്ളത്? തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടോ ആ വീട്ടിലെത്തിച്ച്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ഇപ്പോൾ പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിൽ പ്രതി അഫാനെ വിട്ടിരിക്കുന്നത്. 3 ദിവസമാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ അഫാൻ ഉണ്ടാവുക. ഈ ദിവസങ്ങളിൽ തെളിവെടുപ്പും അതുപോലെ തന്നെ വിശദമായ ചോദ്യം ചെയ്യലും പൂർത്തിയാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഒരുപക്ഷെ തെളിവെടുപ്പ് ഉണ്ടായേക്കും. അഫാൻ ആദ്യം കൊലപ്പെടുത്തിയ സൽമ ബീവിയുടെ വീട്ടിലായിരിക്കും തെളിവെടുപ്പ് നടത്തുക. അപ്പോൾ അല്പസമയം മുൻപാണ് കോടതി ഇയാളെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. പോലീസ് ഇപ്പോൾ പ്രതിയുമായി സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ സൽമാന്റെ സ്വർണ്ണമാല പണയം വച്ചിട്ടുണ്ടായിരുന്നു. ഈ പണയം വെച്ച് ലഭിച്ച പണം നിക്ഷേപിച്ച ATM-ലടക്കം ഇന്ന് തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതയും എന്നുള്ളതാണ് ഈ ജയിൽ അധികൃതരോടക്കം ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതി. അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനായുള്ള വിശദമായ ചോദ്യം ചെയ്യലും ഈ 2 ദിവസത്തിൽ നടക്കുകയും ചെയ്യും. ഈ അഫാന്റെ പിതാവ് പറയുന്നത് അത്രത്തോളമുള്ള കടബാധ്യത ഇല്ല, അതിനൊപ്പം തന്നെ അത് വീട്ടാനുള്ള ചുമതല അഫാനെ ഏൽപ്പിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോഴും പ്രതി ആവർത്തിക്കുന്നത് കടബാധ്യതയാണ്, ആരും സഹായിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പക ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഒരു തീരുമാനം. എന്തായാലും അതിലുള്ള നടപടികളാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക. VS അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.